നമസ്കാരം. അപ്പോൾ നമ്മൾ ഇനി പാലാഴി മദനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒന്നിച്ച് നിർത്താനുള്ളതായിരുന്നു വലിയൊരു പ്രശ്നം. രണ്ടാമത്തത് മന്ദരപർവ്വതത്തെയും വാസുകിയെയും എങ്ങനെ പാലാഴിയിൽ എത്തിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പോൾ ദേവന്മാരുമായിട്ട് മഹാവിഷ്ണു ഒരു സന്ധി ഉണ്ടാക്കി ഇനി അസുരന്മാരെ ഇത് ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ അസുരന്മാർക്ക് മഹാവിഷ്ണുവിന് അത്ര പ്രിയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഹാവിഷ്ണു തൻ്റെ പാർഷദന്മാരെ അസുരന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോഴും അവർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ മഹാവിഷ്ണു ശിവനെ ആ ദൗത്യം ഏൽപ്പിച്ചു. അപ്പോൾ ശിവനെ അവർക്ക് പ്രിയമുണ്ട്. അപ്പോൾ അങ്ങനെ ശിവൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം അസുരന്മാർ ഈ ദൗത്യത്തിന് എത്തിച്ചേർന്നു. ഇത് അടുത്തത് മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ വേണ്ടി പോയത് അനന്തനാണ്. അനന്തൻ നിഷ്പ്രയാസം മന്ദരപർവ്വതത്തെ തൻ്റെ തലയിൽ വെച്ച് കൊണ്ടുവന്ന് ഇനി അടുത്തത് വാസുകീനെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി പോയത് ഗരുഡനാണ്. ഗരുഡൻ വാസുകിയുടെ ആജന്മ ശത്രു. ഗരുഡനെ കണ്ടപ്പോൾ തന്നെ വാസുകി പോയി മാളത്തിൽ ഒളിച്ചു. അങ്ങനെ ഗരുഡൻ അനുനയ വാക്കുകളൊക്കെ പറഞ്ഞ് വാസുകിനെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ വാസുകി പറഞ്ഞു, എന്നെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം എന്നെ കൊണ്ടുപോയാൽ മതി ഉറവ. അങ്ങനെ യാതൊരു അപകടവും വരുത്താതെ കൊണ്ടുപോകാന്നുള്ള വ്യവസ്ഥയിൽ വാസുകീനെ കൊക്കിലാക്കിയിട്ട് ഗരുഡൻ മേലോട്ട് ഉയർന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വാസുകിയെ ഉയർത്താൻ ഗരുഡന് പറ്റിയില്ല. കാരണം വാസുകിയുടെ ഉടലിൻ്റെ 3/4 ഭാഗം പറഞ്ഞതുപോലെ തറയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും ശരിയാക്കിയിട്ട് വീണ്ടും ചെയ്യുമ്പോഴൊന്നും പറ്റണില്ല. അങ്ങനെ ഗരുഡനാകെ ക്ഷീണിച്ച് തളർന്നു തിരിച്ച് അങ്ങനെ മഹാവിഷ്ണു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ശിവനെ നോക്കി. അപ്പോൾ ശിവൻ ചെന്ന് വാസുകിയുടെ അടുത്ത് ചെന്ന് ശിവൻ്റെ കൈ നീട്ടിയപ്പോൾ ശിവൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ പാമ്പിനെ പോലെ കയറി ശിവൻ്റെ കങ്കണത്തിൽ അങ്ങനെ കിടന്നു വാസുകി. അങ്ങനെ പാലാഴി മദനം തുടങ്ങി. അപ്പോൾ പാലാഴി മദനം തുടങ്ങിയ സമയത്ത് വാസുകിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, താനില്ലേ ഇപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. അപ്പോൾ വാസുകി പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഛർദ്ദി ഭൂമിയിൽ വീഴുന്നതിന് മുന്നേ തന്നെ ശിവഭഗവാൻ ചെന്നിട്ട് അത് എടുത്ത് കഴിക്കുകയാണ്. ആ കുടിക്കണ സമയത്ത് തൊണ്ട വരെ എത്തിയുള്ള അപ്പത്തിനും പാർവതി ദേവി വന്നിട്ട് ശിവൻ്റെ കണ്ടത്തിൽ പിടിച്ചു. അപ്പോൾ ആ വിഷം ആ തൊണ്ടയിൽ തന്നെ ഇരുന്ന് നീല കളറായി. അതുകൊണ്ടാണ് മഹാദേവന് നീലകണ്ഠൻ എന്നുള്ള പേര് ലഭിച്ചത്. അതിനുശേഷം ഈ വിഷം വമിച്ചതോടുകൂടി വാസുകിയുടെ ഛർദ്ദിയും അല്ല ക്ഷീണവും അഹങ്കാരവും എല്ലാം ശമിച്ച് വീണ്ടും പാലാഴി മദനം തുടർന്നു. പാലാഴി ഇളകി മറിഞ്ഞു. പാലാഴിൽ നിന്ന് നല്ലതും ചീത്തതുമായ ഒരുപാട് വസ്തുക്കൾ ഉയർന്നു വന്നു. അപ്പോൾ ആദ്യം ഉയർന്നു വന്നത് ഹവിതാനി എന്നൊരു ദിവ്യ പശുവായിരുന്നു. അത് മഹർഷിമാർക്ക് കൊടുത്തു. പിന്നെ കൽപ്പവൃക്ഷം, അതുപോലെ കാമധേനു, ചിന്താമണി, അപ്സരസുകൾ, ഐരാവതം, ഉച്ചസ്രവസ് എന്ന കുതിര, ഇതൊക്കെ സ്വർഗത്തിലെ ഉപാധികളായതിനാൽ ദേവന്മാർക്ക് കൊടുത്തു. കൗസ്തുഭരത്നം ഭഗവാൻ എടുത്ത് ധരിച്ചു. അതുപോലെ ചന്ദ്രകല ശിവൻ മുടിയിൽ ചൂടി. അതുപോലെ വാരുണി ദേവി ആവിർഭവിച്ചു, അത് അസുരന്മാരെടുത്തു. പിന്നീട് ലക്ഷ്മി ദേവി ഉയർന്നു വന്നു. അപ്പോൾ എല്ലാവരും മദനം നിർത്തിയിട്ട് ലക്ഷ്മി ദേവി തന്നെ അങ്ങനെ നോക്കി നിന്നു. അവർക്ക് വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ലക്ഷ്മി ദേവിയോട് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാനെ തൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ധന്വന്തരി മൂർത്തി അമൃത കലശവുമായിട്ട് ഉയർന്നു വന്നു.